കർത്താവിന് മഹത്വം. ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ നിൽപ്പാൻ ലഭിക്കുന്ന ഈ അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമോസിൻ്റെ പ്രവചന പുസ്തകത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ഇന്ന് നമ്മൾ 5-ാമത്തെ അധ്യായം 18-ാം വാക്യം മുതൽ 6-ാമത്തെ അധ്യായം 14-ാം വാക്യം വരെയാണ് ധ്യാനത്തിന് എടുക്കുന്നത്. ഞാൻ ലാസ്റ്റായിട്ട് ഇവിടെ സംസാരിച്ചപ്പോൾ 5:18 മുതൽ 27 വരെയുള്ള ഭാഗം ഞാനിവിടെ എടുത്തിരുന്നു. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ട് 6-ാമത്തെ അധ്യായമാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. ചില കാര്യങ്ങൾ ഞാൻ ഈ 6-ാം അധ്യായത്തിലേക്ക് വരുന്നതിന് മുന്നേ നമ്മുടെ ഓർമ്മയിൽ ചില കാര്യങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഈ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് കിട്ടത്തുള്ളൂ. 1-ാമത്തെ അധ്യായം മുതൽ നമ്മൾ ചിന്തിച്ച കാര്യം, പ്രവാചകൻ ഇസ്രായേലിൽ ചെന്ന് മാനസാന്തരപ്പെടാൻ വേണ്ടി ജനത്തെ ക്ഷണിക്കുകയാണ്. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. അതിശക്തമായ ആലോചന പറയാം. 1-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സിംഹം ഗർജിക്കുന്നതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു ടോണായിട്ട് പറഞ്ഞിരിക്കുന്നത്. 1 മുതൽ 3 വരെ അധ്യായങ്ങളിൽ നമ്മൾ ചിന്തിച്ചത് സിംഹത്തിൻ്റെ ഗർജനത്തിൽ നിന്ന് സിംഹത്തിൻ്റെ വായിലേക്ക് ജനം എത്തിച്ചേരുന്ന ഒരവസ്ഥയിലേക്ക് മാറുമെന്നും, പിന്നെ 4-ാം അധ്യായത്തിൽ ദൈവത്തെ എതിരേൽക്കാൻ ഒരുങ്ങിക്കൊള്ളുക എന്നുള്ള ഒരു ആഹ്വാനം 4:12-13 വാക്യങ്ങൾ. അതിനുശേഷം 5-ാമത്തെ അധ്യായത്തിൽ, അതായത് ഇന്നിപ്പോൾ നമ്മൾ എടുക്കുന്നതിൻ്റെ തൊട്ട് മുകളിലത്തെ ഭാഗത്ത് ഒരു വിലാപഗാനം ഇസ്രായേലിനെ ചൊല്ലി താൻ വിലപിക്കുന്നത് കാണുകയാണ്. ജീവനോടിരിക്കുന്ന ജനത്തിൻ്റെ ശവസംസ്കാരം താൻ നടത്തി ആ ഗാനം അവരെ ആലപിച്ച് കേൾപ്പിച്ചു. അപ്പം പ്രവാചകന്റെ മനസ്സിലിരിക്കുന്നത് ഇവരിത് കേട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക്, ഒന്നുമല്ലെങ്കിൽ മരണം കേൾക്കുമ്പം എന്ത് പറ്റും? ആർക്കാണേലും മരണം എന്നൊക്കെ കേൾക്കുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ. അപ്പം അതുവരെ ഇവിടെ നടന്നു. എന്നിട്ടും അവരുടെ പ്രതികരണം എന്തുവായിരുന്നു എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. വാട്ട് വാസ് ദെയർ റെസ്പോൺസ് ടു ഗോഡ്സ് വേർഡ്? ദൈവവചനത്തോട് പ്രവാചകനിലൂടെ ദൈവം സംസാരിച്ച, ദൈവം അരുളി ചെയ്ത വചനത്തോടുണ്ടായിരുന്ന ജനത്തിൻ്റെ പ്രതികരണം. അത് നമ്മൾ കാണുന്നത് 6-ാമത്തെ അധ്യായമാണ്. 6-ാമത്തെ അധ്യായം അതാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. 6-ന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ചാപ്റ്റർ 6 വേഴ്സസ് 1. സിയോനിൽ സ്വൈരികളായി, ശമര്യ പർവ്വതത്തിൽ നിർഭയരായി, ജാതികളിൽ പ്രധാനമായതിൽ ശ്രേഷ്ഠന്മാരായി ഇസ്രായേൽ ഗ്രഹം വന്നു ചേരുന്നവരുമായുള്ളവരെ. മതി. അവിടെ എഴുതിയിരിക്കുന്ന 2 വാക്ക് ശ്രദ്ധിക്കണം. സിയോനിൽ, നോക്കിക്കേ, എല്ലാവരും നോക്കിക്കേ. സിയോനിൽ എന്തുവാ? സ്വൈരികൾ. മറ്റേത് ശമര്യ പർവ്വതത്തിൽ. ഇത്രയും ശക്തമായി ദൂത് കേട്ട്, മരണവും കേട്ടു, പ്രവാസം പോകുന്നതും കേട്ടു, സിംഹത്തിന്റെ വായിൽ നിന്ന് കയ്യും കാലും വലിച്ചെടുക്കുന്നത് പോലെ നിങ്ങളുടെ അവസ്ഥയായി തീരുമെന്നൊക്കെ ദൂത് കേട്ട ജനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? സിയോനിൽ they are comfortable in Sion. They are secure on the mountain of Samaria. എന്ന് പറഞ്ഞാൽ ഈ വചനമൊന്നും ഇവരെ തൊട്ടിട്ടില്ല. They are not at all challenged. അവരെ തൊട്ടിട്ടില്ല, അവർക്ക് ഇളക്കം തട്ടിയിട്ടില്ല. അവർ ഇരിക്കുന്ന ഇരിപ്പിൽ അതേപോലെ ഉറച്ചിരിക്കുന്ന ഒരു അനുഭവം. ദി മെസ്സേജ് ഓഫ് റിപ്പൻഡൻസ്, മാനസാന്തരത്തിന്റെ സന്ദേശം, ദൈവത്തിലേക്ക് തിരിയാനുള്ള സന്ദേശം അവർക്ക് അപ്രസക്തമായി തോന്നിയ ഒരു കാലഘട്ടം. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളോട് നമ്മൾ ചോദിക്കണം. കാരണം നമ്മൾ ഇതൊക്കെ തന്നെയാണ് ഇവിടെയും കേൾക്കുന്നത്. മാനസാന്തരപ്പെടാനും ദൈവത്തിങ്കിലേക്ക് തിരിയാനും ദൈവവചനമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തുവാ തോന്നുന്നത്? വാട്ട് ഈസ് എ റെസ്പോൺസ് ടു ഇറ്റ്? അത് എനിക്കായിരിക്കത്തില്ലെന്നാണോ? അത് ഞങ്ങൾക്കായിരിക്കത്തില്ലെന്നാണോ? അതോ അത് കേട്ട് നമ്മൾ ദൈവത്തേക്ക് തിരിയുന്നുണ്ടോ? ഈ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് കോംപ്ലേസന്റ് എന്നുള്ളൊരു വാക്ക്. ഞാൻ അതിൻ്റെ അർത്ഥം ഒന്ന് നോക്കി. സംതൃപ്തി അണയുക എന്നുള്ളൊരു അർത്ഥം. ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥിതിയിൽ സന്തോഷത്തോടെ തുടരുക. ദൈവവചനം കേട്ടു, വചന സംസാരം. ഇപ്പം നമ്മൾ
3 ദിവസത്തിൽ 6 പ്രസംഗം +1 സൺഡേയും കൂടെ ആകുമ്പോൾ, സൺഡേ ഞങ്ങൾക്ക് 2 മെസ്സേജാണ്, തീവല്ലേ മെസ്സേജ്, ഇവിടെ മെസ്സേജ്. ഇത് ഓരോ തവണ നമ്മൾ കേട്ട് കഴിയുമ്പം വാട്ട് ഈസ് ആ റെസ്പോൺസ്? ആർ വി കംഫർട്ടബിൾ? നമ്മൾ ഒരു ഫോൾസ് സാറ്റിസ്ഫാക്ഷൻ, വ്യാജ സംതൃപ്തി നമുക്ക് വന്നോ? ഇന്ന് രാവിലെ കർത്താവിന്റെ ദാസൻ ലീഡ് ചെയ്തപ്പോൾ പറയുന്ന കേട്ടു, കറക്റ്റ് കാര്യമാ. ഇന്നലെ ഇപ്പൊ റോമാലേഖനമാണ് നമ്മൾ കേട്ടെ. യു ഡോണ്ട് ഈവൻ ഫീൽ ലൈക്ക് പ്രൈസിങ് ഗോഡ് ഫോർ യു വർ സേവ്ഡ്. ദെൻ വാട്ട് എൽസ്? വേറെന്തോ നമ്മളെ ആരാധിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്? ഇതൊക്കെ ഞങ്ങൾ കുറെ കേട്ടതാ, ഇതൊക്കെ ഞങ്ങൾക്കറിയാമെന്നുള്ളൊരു നിലയിൽ കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളിൽ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദന ചെയ്യണം. അവരെ പറ്റി ഞാൻ പറയുന്നത്, പക്ഷെ അറിയാതെ ചിലപ്പോൾ നമ്മളിൽ വന്നിട്ടുണ്ടാകും. അത് നമ്മൾ ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ പരിഹരിച്ചിട്ട് പോകണം. ആർ വി ബിക്കമിങ് കംഫർട്ടബിൾ ഇൻ ലിസണിങ് ഗോഡ്സ്? ദൈവവചനം കേട്ട് ഇറ്റ്സ് ഓക്കെ, അത് കുഴപ്പമില്ല, അത് നല്ലതായിരുന്നു, 3 point സർമൺ ആയിരുന്നു, അല്ലെ 3+1 ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കംഫർട്ടബിൾ സ്റ്റേറ്റ് ആയിരിക്കാനാണോ നമ്മൾ വന്നിരിക്കുന്നത്? നമ്മൾ ഇവാലുവേറ്റ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് ഇവരുടെ പ്രതികരണം നോക്കണം. അതിന്റെ 6ാമത്തെ വാക്യം, ചാപ്റ്റർ 6 verses 6. നിങ്ങൾ കലശങ്ങളിൽ വീഞ്ഞു കുടിക്കുകയും, അതിന്റെ 2ാമത്തെ ഭാഗം, യോസേഫിന്റെ കേടിനെ കുറിച്ച് വ്യസനിക്കുന്നില്ല താനും. യോസെഫിന്റെ കേടിനെ കുറിച്ച് വ്യസനിക്കുന്നില്ല. യോസഫ് എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളെ പറ്റിയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ജനത്തിന്റെ പാപത്തെ പറ്റിയാണ്. യോസഫിന്റെ കേടെന്ന് പറയാൻ, ജനത്തിന്റെ ഇടയിൽ പാപം ഉണ്ടായിരുന്നു, ന്യായം അട്ടിമറിച്ച് കളഞ്ഞു, ദരിദ്രരെ ചവിട്ടിത്തേച്ച്, കുടുംബങ്ങൾ തകിടം മറിഞ്ഞ്, അങ്ങനെ അന്യായം പ്രചരിച്ചിരുന്ന യോസഫിന്റെ കേട് ഓർത്തിട്ട് ഇവർക്ക് എന്തോ ഇല്ല. ഒന്ന് ഓർത്ത് നോക്കിക്കേ. പ്രവാചകൻ വന്നു, യഹൂദയിൽ നിന്ന് പ്രവാചകൻ വന്നു പ്രവചിച്ചത് കൃത്യം കാര്യമാ. അവിടുത്തെ കുടുംബങ്ങളിലെ അവസ്ഥ 4:1 ഓർക്കുന്നുണ്ടോ? ശമരിയ പർവ്വതത്തിലെ ബാശാന്യ ഓർക്കുന്നില്ലേ നിങ്ങള്? കൃത്യം ദൂതായിരുന്നു. അവിടെയുള്ള അമ്മാമ്മമാരും അച്ചായന്മാരെല്ലാം കറക്റ്റ് ദൂത്, അവരുടെ പ്രശ്നം പാപം കൃത്യം പറഞ്ഞു. പക്ഷെ ഇവർക്ക് വ്യസനം തോന്നുന്നില്ല. ഇപ്പോ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ കുത്ത് കൊള്ളുന്നില്ല. ദൂതുണ്ടായിരുന്നു, പക്ഷേ ദി ആറ്റിറ്റ്യൂഡ് ടു സിൻ ഹാസ് ചേഞ്ച്ഡ്. ഒരു കാഷ്വൽ ആറ്റിറ്റ്യൂഡായി. ഇന്നിപ്പോ എത്ര വലിയ കാര്യം കൃത്യമായിട്ട് തലേ കൈവച്ചു പറഞ്ഞു നോർത്തോ, എന്നാലും മാനസാന്തരപ്പെടാത്ത നിലയിലേക്ക് അധപ്പതിച്ചു പോയി ദൈവസഭയിലുള്ളവർ. ദൈവസഭ എന്ന് പറയുമ്പം നിങ്ങൾ പേഴ്സണലായിട്ട് എടുക്കരുത്, പേഴ്സണലായിട്ട് എടുക്കണം. ചർച്ച് ഇൻ ജനറൽ. ഇത് ചർച്ചിനെ പറ്റി പറയുമ്പോൾ ഇതിലേക്ക് നമ്മൾ വീണ്ടും വരും. പ്രാരംഭത്തിൽ ഞാൻ ക്ഷണിക്കുന്നത് വ്യക്തിപരമായ ജീവിതത്തിലേക്കൊന്ന് നോക്കണം. ഞാനൊരു സന്ദേശത്തിൽ കേട്ട കാര്യം ഞാൻ ഇവിടോട്ടൊന്ന് കോപ്പി ചെയ്യാം. When is the last time that you wept over your sins? വചനം കേട്ടു, വചനത്തിൽ കറക്ഷൻ ഉണ്ടാകേണ്ട മേഖലകൾ വ്യക്തമായി കേട്ടിട്ട് അനുതാപത്തോടെ ദൈവത്തിലേക്ക് തിരിഞ്ഞ അവസാനത്തെ അനുഭവം എന്നായിരുന്നു? നമ്മൾ ഇപ്പോഴും പറയുന്നത് രക്ഷിക്കപ്പെട്ടത്തെ അനുഭവം പറയാനിരിക്കുമായിരിക്കും. ആക്ച്വലി ദിസ് ഈസ് വാട്ട് മസ്റ്റ് ഹാപ്പൻ അറ്റ് എവറി മെസ്സേജസ് ദാറ്റ് വി ലിസൺ. നമുക്ക് ഓരോ തവണ ക്രമീകരിക്കപ്പെടേണ്ട മേഖലയെ പറ്റി വ്യക്തമായ ആലോചന വരുമ്പോൾ ദൈവത്തിലേക്ക് തിരിയാൻ നമുക്ക് കഴിയണമായിരുന്നു. പക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, പാപത്തോടുള്ള നമ്മുടെ മനോഭാവം മാറിപ്പോയി. കർത്താവിൻ്റെ ദാസൻ സൈസാർ ഇവിടെ ഉണ്ട്. സൈസാറിൻ്റെ ഒക്കെ അവിടെ നടന്നൊരു യോഗം ഞാൻ ഒരിക്കലും ഇങ്ങനെ കേട്ടപ്പോൾ അതിനകത്തിൽ സംസാരിക്കുന്ന സഹോദരൻ പറഞ്ഞ ഒരു ഉദാഹരണം, അവരുടെ അവിടെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. മീറ്റിങ്ങിൻ്റെ മുൻപ് ആ യോഗത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി അവിടുത്തെ സ്റ്റാഫ് എല്ലാം കൂടി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യത്തെ പറ്റി പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട്. പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ ഓരോരോ പാപം എന്ന് പറയുമ്പോൾ അസൂയയാട്ട്, പണത്തോടുള്ള കൊതിയാട്ട്, ഇങ്ങനെയുള്ള ഓരോരോ നമ്മുടെ ജഡത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാം, നമുക്ക് അനുദപിച്ച്
പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പം പൊതുവെ പ്രാർത്ഥിക്കാൻ ശബ്ദം നമ്മുടെ ഇടയിൽ അല്ലേലേ ശബ്ദം കുറവാണ്. ഇങ്ങനത്തെ വല്ല വിഷയമാണെങ്കിൽ ഒട്ടും കാണത്തില്ല. നമ്മൾ ലീഡ് ചെയ്യുന്നവർ തന്നെ ലീഡ് ചെയ്യേണ്ടി വരും. അവിടെ നടന്ന സംഭവം, ഈ കർത്താവിന്റെ ദാസൻ പറയുന്നത്, തൻ്റെ പുറകിലിരുന്ന ഒരാള് ഓരോന്ന് പറയുമ്പോഴും ഒച്ചത്തിൽ നിലവിളിച്ച്, ഒന്ന് ഓർത്ത് നോക്കിക്കുക, അസൂയ മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഇവിടെ ശബ്ദം ഉയർത്തിയ ആളെ എല്ലാവരും ഇപ്പൊ തിരിഞ്ഞു നോക്കും. അയ്യോ, പുള്ളിക്ക് വലിയ അസൂയായിരിക്കും, പണക്കൊതിയുള്ള മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ പ്രാർത്ഥനയിൽ ശബ്ദം ഉയരുന്നവരെല്ലാം തിരിഞ്ഞു നോക്കും. ഓ, പുള്ളി നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ല, പുള്ളി വലിയ ഇതാ നമ്മുടെ ആറ്റിറ്റ്യൂഡ്. 1-2 വിഷയം കഴിഞ്ഞപ്പോ ഈ കർത്താവിന്റെ ദാസൻ പറയാ, then he started to pray. ഈ കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ, ആ ദേവദാസനുള്ള ഹൃദയം എനിക്ക് തരണമെന്ന്. Our hearts have hardened that we can't respond anymore to God's word. ദൈവവചനത്തോട് പ്രതികരിക്കാൻ കഴിയാതെ കാഷ്വലായി മനസ്സ് മരവിച്ചു പോയ അനുഭവം. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്തുവാണെന്നറിയാം? ലോർഡ്, മേക്ക് മീ മോർ സെൻസിറ്റീവ് ടു ഗോഡ്സ് വേർഡ്. ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കാൻ എൻ്റെ കാതുകളെ, എൻ്റെ സെൻസുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. They became comfortable, they became casual. Not only that, the third attitude that they had towards God's word, നോക്കണമേ അതിൻ്റെ 8-ാമത്തെ വാക്യം, 6:8. യഹോവയായ കർത്താവ് തന്നെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാട്, ഞാൻ യാക്കോബിന്റെ ഗർവത്തെ വെറുത്ത്, യാക്കോബിന്റെ എന്തുവാ? പ്രൈഡ് ഓഫ് ജേക്കബ്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഇങ്ങനെ ദൂത് കേട്ടിട്ടും അഹങ്കാരത്തിന് കുറവില്ലല്ലോ. അവരുടെ ഇടയിലെ പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് നിരത്തി 6-ാം അധ്യായത്തിലേക്ക് വരിക. അത് ഇതിനേക്കാളും വ്യക്തമായിട്ട് ദൂത് പറയാ. എന്നിട്ടും അഹങ്കാരത്തിന് കുറവില്ല. ടു പ്രൗഡ് ടു ബി കറക്റ്റഡ്. അഹങ്കാരം ഒത്തിരി കൂടിയിട്ട് ഇപ്പൊ ആര് പറഞ്ഞാലും, ദൈവവചനത്തിലല്ല, ഇനി പ്രവാചകനല്ല, ആര് പറഞ്ഞാലും തിരുത്തത്തില്ലെന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് ആ ജനം മാറി. Is that our attitude to God's word? അതാണോ ദൈവവചനത്തോടുള്ള നമ്മുടെ മനോഭാവം എന്ന് നമ്മൾ പ്രാരംഭത്തിൽ ചിന്തിക്കുക. ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്, why did they reject? അവരെന്താ ഇത്രയും ശക്തമായി ദൂത് പറഞ്ഞിട്ടും ഇവർക്കെങ്ങനെ ഈ ദൈവവചനത്തെ, ഈ ദൈവാലോചനയ്ക്കെതിരെ നിൽക്കാൻ ഇവർക്ക് എവിടുന്ന് ബലം കിട്ടി? How on earth could they stand against the man of God? എന്തായിരുന്നു അവരുടെ കരുത്ത്? 2 കാര്യങ്ങൾ. കാരണം പ്രവാചകൻ പ്രവാസത്തെ പറ്റിയും ദൈവത്തിൻ്റെ ന്യായവിധിയെ പറ്റി പറയുമ്പോൾ ഇവരുടെ ഉള്ളിൽ ഇരിക്കുന്ന 2 കാര്യമുണ്ട്. 2 കാര്യം. എത്ര ശക്തമായി ദൂത് പറഞ്ഞാലും ഞങ്ങളെ ഇത് ബാധിക്കത്തില്ല. 2 കാരണം അവരുടെ ഉള്ളിലുണ്ട്. അതിനെയാണ് ഈ 18-ാം വാക്യം മുതൽ പ്രവാചകൻ പൊളിക്കുന്നത്. The prophet is shattering their confidence. ഇവർക്കുണ്ടായിരുന്ന വ്യാജ പ്രതീക്ഷകളെ പ്രവാചകൻ പൊളിക്കുന്നതാണ് ഈ 5:18 മുതൽ 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 5:18 മുതൽ 27 വരെ ഒന്നാമത്തെ അവരുടെ പ്രതീക്ഷ, അവരുടെ ഹോപ്പ്, അതെന്തുവാന്ന് ചോദിച്ചാൽ, those were false spiritual hopes. വ്യാജ ആത്മീകമെന്ന് അവർ പറയുന്ന പല പ്രതീക്ഷകൾ അവർക്കുണ്ടായിരുന്നു. അത് നമ്മൾ നമ്മളെ ചിന്തിച്ചതാണ്. ഇന്ന് നമ്മൾ എടുക്കുന്നത് 6-ാം അധ്യായം. 6-ാം അധ്യായത്തിൽ പറയുന്നത് ഭൗതികമായുള്ള ഈ ലോകത്തിൽ ഇവർക്കുണ്ടായിരുന്ന ചില പ്രതീക്ഷകൾ. ഈ 6-ാം അധ്യായത്തിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞ എന്തുവാന്ന് ഒരു 1-2 വാക്കിൽ ആവർത്തിച്ചിട്ട് 6-ാം അധ്യായത്തിലേക്ക് വരാം. ഫസ്റ്റ് ഈസ് ദെയർ സ്പിരിച്വൽ ഹോപ്പ്. എന്തുവായിരുന്നു ഇവർക്ക് ആത്മീകമായി ഉണ്ടായിരുന്ന പ്രതീക്ഷകൾ? നോക്കണമേ, 5:21 വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങളുടെ ഉത്സവങ്ങളെ ഞാൻ ദ്വേഷിച്ച് നിരസിക്കുന്നു, നിങ്ങളുടെ സഭായോഗങ്ങളിൽ. അപ്പൊ അവർക്ക് എന്തൊക്കെയുണ്ട്? ഉത്സവങ്ങളുണ്ട്, 2 സഭായോഗങ്ങളുണ്ട്. ഇനി കേൾക്കണം, ഉത്സവവും സഭായോഗവും മാത്രമല്ല, ഫാസ്റ്റിംഗ് പ്രയറും എല്ലാം ഉണ്ട്. നോക്കിക്കേ, അടുത്ത വാക്യം നോക്കിക്കേ. നിങ്ങൾ എനിക്ക് ഹോമയാഗങ്ങളും
ഭോജനയാഗങ്ങളും ഹോമയാഗങ്ങൾ, ഭോജനയാഗങ്ങൾ, തടിച്ച മൃഗം, സമാധാന യാഗം, അത് കഴിഞ്ഞിട്ട് എന്തുവാ? പാട്ടിന്റെ സ്വരം. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഗംഭീരമായി ഇവരുടെ ഇടയിൽ എന്തോ ഉണ്ട്? യോഗങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ദൂത് പറയുമ്പം പ്രവാചകനോട് പറയും, നോ 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 നോ, ഞങ്ങളെ ദൈവം നശിപ്പിക്കത്തില്ല. കാരണം ഞങ്ങൾ സഭായോഗം കൂടിയിട്ട് വരുന്ന വഴിയാ, ഞങ്ങൾ യാഗം അർപ്പിച്ചിട്ട് വരുന്ന വഴിയാണ്. യാഗങ്ങൾ, എല്ലാ യാഗവും കൃത്യമായി ഞങ്ങൾ അനുസരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ സംഭവിച്ചത് എന്താണെന്നറിയോ? സത്യത്തിൽ ഇവർ ആത്മീകമെന്ന് ചിന്തിച്ചത് തന്നെയാണ് ഈ ദൈവവചനത്തിനെതിരായിട്ട് നിന്ന കാര്യങ്ങൾ. ഈ പറയുന്ന കാര്യമൊന്നും വേണ്ടേ? സഭായോഗമോ ഈ പറയുന്ന ഉത്സവങ്ങളൊന്നും വേണ്ടെന്നാണോ ഇവർ ചെയ്ത കാര്യം? They ignored God. അവർ ദൈവത്തെ അവഗണിച്ച് യാഗം കഴിച്ചു. അവർ ദൈവത്തിലേക്ക് തിരിയാതെ സഭായോഗം കൂടി. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ചിന്തിച്ച ഒരു വാക്യമാണ്, വായിക്കേണ്ട 5-ാം അധ്യായത്തിൽ പറയുന്നത്, ബേഥേലിനെ അന്വേഷിക്കണ്ട, എന്നെ അന്വേഷിക്കുക. കാരണം ബേഥേലിൽ ആരാധനയ്ക്ക് എന്ന് പറയുന്ന ജനം ദൈവത്തെ അന്വേഷിക്കാതെ ബേഥേലിയെ പോയി കണ്ട് അവിടുത്തെ യോഗം കൂടി വരുന്ന ഒരു മനോഭാവം. നമുക്ക് അവിടെ എന്താ ആപ്ലിക്കേഷൻ? നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ട്. സംടൈംസ് we call several things as spiritual. നമ്മൾ ആത്മീകം എന്ന് പറയുന്ന പലതും യഥാർത്ഥത്തിൽ ദൈവത്തോട് പ്രതികരിക്കാൻ കഴിയാതെ ജീവിതത്തിൽ തടസ്സമാകാം. എങ്ങനെയാണെന്നറിയോ? ഇവർക്ക് പറ്റിയ അതേപോലത്തെ ഒരു മനോഭാവം. We may get satisfied in the fact that we are attending the service. നമ്മൾ യോഗങ്ങളിൽ പങ്കെടുക്കുന്നു എന്നുള്ളതിൽ സംതൃപ്തി അണയും. കൃത്യമായി എല്ലാ മാസത്തെയും ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ദൈവ സാന്നിധ്യത്തെ ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ടോ? ദൈവദാസ ഇപ്പൊ പറഞ്ഞതുപോലെ അനേകർ ദൈവവചനം പറയുന്നവർ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ നമ്മൾ സംതൃപ്തി അണയ്യ? Or are we satisfied in the fact that God spoke to me or God spoke to you? ഞാൻ പറയുന്ന കാര്യം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, ഒന്ന് ശ്രദ്ധിക്കാമോ? ഇവിടെ വന്നതിലുള്ള സന്തോഷമാണോ അതോ ഇവിടെ ദൈവം സംസാരിച്ചു എന്നുള്ളതിലാണോ സന്തോഷം? യോഗം കൂടി എന്നതിലാണോ സന്തോഷം അതോ യോഗത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചു എന്നുള്ളതാണോ സന്തോഷം? പാട്ട് പാടി കൈയടിച്ചതിലാണോ സന്തോഷം? ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ പാടി ഏത് പാട്ടായിരുന്നത് പോലും നമുക്കറിയത്തില്ല. പക്ഷെ പാട്ട് പാടിയതിൽ സന്തോഷിച്ച് വേർത്തങ്ങ് പോകുമ്പോൾ ഒരു സന്തോഷം കിട്ടുക. ദാറ്റ് ഈസ് വാട്ട് ദേ ഡിഡ്. അതാ അവർ ചെയ്തത്. ആക്ച്വലി ഇതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഞാൻ മനസ്സിലാക്കിയത് ഈ പ്രസംഗവും പരിപാടികളൊക്കെ ആയിട്ട് നമ്മളും പോകുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി എ ഡേഞ്ചറസ് സിറ്റുവേഷൻ. ഈവൻ വി മേ മിസ് ദാറ്റ് in the activities that I do in the name of God. ദൈവത്തിന്റെ പേരിൽ ഞാൻ പലതും ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ദൈവത്തെ തന്നെ മിസ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. It is very dangerous. It is very dangerous. സഭകൾക്ക് ദൂത് പറയുമ്പോൾ ലവോദിക്ക സഭയെ പറ്റി പറഞ്ഞ ദൂത് നമുക്കറിയത്തില്ല. കർത്താവ് എവിടെ നിൽക്കുക? വാതുക്കൽ നിന്ന് കൊട്ടുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കണോ എന്ന് പറഞ്ഞില്ലേ, കൊട്ടുന്നത് കേൾക്കുന്നില്ല. കാരണം എന്താ? അകത്ത് തീയല്ലേ, പിന്നെങ്ങനെ ഈ കൊട്ട് കേൾക്കുന്നേ? അവിടെ എല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ കർത്താവിനെ അവർ പുറത്താക്കിയത് അറിഞ്ഞില്ല. ദാറ്റ് ക്യാൻ ഹാപ്പൻ ടു us. ദാറ്റ് ഹാസ് ആക്ച്വലി ഹാപ്പൻഡ് ഇൻ ദ ചർച്ചസ് ഹിയർ. പലയിടത്തും കൊട്ടും പാട്ടും ബഹളവുമുണ്ട്, പക്ഷെ കർത്താവ് അവിടെ ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം. അത് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കണം. യോഗത്തിൽ വന്നു പോയി, യോഗം കൂടി, നല്ലതായിരുന്നു. പക്ഷേ ആ പോക്കിൻ്റെ ഇടയിൽ കർത്താവിനെ മറന്നുപോയിട്ടുണ്ടോ, വിട്ടിട്ട് പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ വ്യാജ സംതൃപ്തി ആത്മീക കാര്യങ്ങളിൽ കണ്ടെത്തിയ ജനത്തെ പ്രവാചകൻ ഒന്നാമതായിട്ട് പൊളിച്ചിട്ട് പറഞ്ഞു, ഐ ഹേറ്റ് ഓൾ യുവർ സ്പിരിച്വൽ ആക്ടിവിറ്റീസ്. നിങ്ങളുടെ എല്ലാ ആത്മീക പ്രകടനങ്ങളെ ഞാൻ വെറുക്കുന്നു. അതാണ് ഒന്നാമത്തെ 5:18 മുതൽ 27 വരെയുള്ള വാക്യം. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരിക്കൽ പറഞ്ഞതാണ്. അത് വീണ്ടും
എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയം എടുക്കുന്നില്ല. രണ്ടാമതായിട്ട് ഇന്ന് ഞാൻ പ്രധാനമായിട്ട് സംസാരിക്കുന്നത് 6-ാം അധ്യായത്തിലാണ്. 6-ാം അധ്യായത്തിൽ ഫിസിക്കലായിട്ടുള്ള ഹോപ്പാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഇവർക്കുള്ള പലതിനെയും ചൊല്ലിയുള്ള ഇവരുടെ പ്രതീക്ഷ. പ്രവാചകൻ പറയാം, പ്രവാസത്തിലേക്ക് ഇസ്രായേൽ പോകും. നോ 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 ബ്രദർ, നോ ബ്രദർ, ഞങ്ങൾ പോകത്തില്ല. കാരണം ഞങ്ങളുടെ രാജ്യം ഏതാണെന്നറിയാമോ? ഞങ്ങൾ ഇസ്രായേലാണ്. എന്തുവാ ഇസ്രായേലിന്റെ പ്രത്യേകത? എന്തുവാ ഇസ്രായേലിന്റെ പ്രത്യേകത? 1-ാം വാക്യം തന്നെ വായിച്ച 6-ന്റെ-1. സിയോനിൽ സ്വൈരികളായി, ശമരിയ പർവ്വതത്തിൽ നിർഭയരായി, ജാതികളിൽ പ്രധാനമായതിൽ ശ്രേഷ്ഠന്മാരായി. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഫോർമോസ്റ്റ് നേഷൻ, ഫസ്റ്റ് അമംഗ് ദി നേഷൻ. എന്ന് പറഞ്ഞാൽ ഇവര് പറയുന്നത് ഇസ്രായേൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലല്ല, എല്ലാ ജാതികളിലും വെച്ച് ഒന്നാമത് നിൽക്കുന്നത് ആരാ? ഞങ്ങളെ തോപ്പിക്കാൻ, ഞങ്ങളെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകാനൊന്നും ഇവിടെ ആരും ആയിട്ടില്ല. സത്യത്തിൽ ഇതൊരു റിയാലിറ്റിയാണ്. ആ കാലഘട്ടത്തിൽ ഈ ആമോസ് എന്ന് പ്രവചിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ ഇതിന്റെ പശ്ചാത്തലം പറഞ്ഞതാണ്. പ്രോസ്പെരിറ്റി, സമൃദ്ധി നിറഞ്ഞ, സമാധാനമുള്ള, ഒരു മിലിറ്ററി ത്രെറ്റുമില്ല, ഒരു രാജ്യവും ഇവർക്കെതിരെ നിൽക്കുന്നില്ല, ഒരു എക്കണോമിക് ക്രൈസിസ് ഇല്ല, എല്ലാം കൊണ്ടും സമൃദ്ധിയുള്ള ഒരു സമയത്ത് പ്രവാചകൻ വന്നിട്ട് പ്രവാസമാന്ന് പറയുമ്പം പ്രവാചകനോട് പറയില്ല, വി ആർ ദ ഫസ്റ്റ് അമംഗ് ദ നേഷൻ, ഞങ്ങൾ സകല ജാതികളിലും വെച്ച് 1-ാം സ്ഥാനം ഞങ്ങൾക്കാണ്. അത് മാത്രമല്ല, ഇവർ പുകഴുന്ന പല കാര്യങ്ങളുണ്ട്. ഇവർ പുകഴുന്നത് ഒന്ന്, ഇവരുടെ സൈന്യത്തിൽ ഇവർ പുകഴും. 13-ാം വാക്യം ഒന്ന് വായിക്കാമോ? നിങ്ങൾ മിഥ്യാവസ്തുവിൽ സന്തോഷിച്ചും കൊണ്ട് സ്വന്തം ശക്തിയാൽ ഞങ്ങൾ പ്രാബല്യം പ്രാപിച്ചിട്ടില്ലയോ എന്ന് പറയുന്നു. നിങ്ങൾ മിഥ്യാവസ്തുവിൽ സന്തോഷിച്ചുകൊണ്ട്. ഈ മിഥ്യാവസ്തു എന്ന മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നിടത്ത് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ലോ ദേബാർ എന്നുള്ളൊരു സ്ഥലത്തിന്റെ പേരാ. ലോ ദേബാർ എന്ന് പറഞ്ഞാൽ, ലോ ദേബാർ എന്ന് പറയുന്ന ഒരു സ്ഥലം അന്നുണ്ടായിരുന്നു. ഇവരുടെ സൈന്യം ചെയ്തത് എന്താന്ന് ചോദിച്ചാൽ, ഇവര് ആ ലോദേവാർ എന്ന് പറയുന്ന പട്ടണത്തെയുമായിട്ട് യുദ്ധം ചെയ്ത് ആ പട്ടണത്തെ പിടിച്ച് ഇവരുടെ രാജ്യത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവന്നു ഇവരുടെ സൈന്യം. ആ വാക്കിന്റെ അർത്ഥമാണ് മിഥ്യാവസ്തു എന്ന്. ആക്ച്വലി പ്രവാചകൻ ഇവരെ കളിയാക്കി പറയാ. ആ ജനം പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകൻ അറിയോ, ഞങ്ങൾക്ക് ഈ ഇടയ്ക്ക് ഒരു യുദ്ധം ഉണ്ടായിരുന്നു, യുദ്ധത്തിൽ ഞങ്ങൾ ലോദേവാറിൽ പോയി അവരെയെല്ലാം തകർത്തിട്ട് ഞങ്ങളുടെ സൈന്യം ആ പട്ടണത്തെ ഞങ്ങളുടെ ഇതിന്റെ കീഴിലാക്കിയത് പ്രവാചകൻ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ പ്രവാചകൻ പറയാ, അയ്യോ ലോദേവാറാണോ? ദാറ്റ് ഈസ് നത്തിങ്. മിഥ്യാവസ്തു, ദാറ്റ് ഈസ് ആക്ച്വലി നത്തിങ്. നിങ്ങളുടെ ശക്തി കാണിക്കാൻ അതൊന്നുമല്ല എന്ന് പറയാ. എന്ന് പറഞ്ഞാൽ ഇവർ അഹങ്കരിച്ച കാര്യങ്ങളാ പറയുന്നത്. ഞങ്ങളുടെ സൈന്യത്തെ തോപ്പിച്ച് ഞങ്ങളെ പ്രവാസത്തിൽ കൊണ്ടുപോകുന്നു. ഇല്ലില്ല, ഞങ്ങളെ പ്രവാസത്തിൽ കൊണ്ടുപോകുന്ന ആരില്ല. വി ഹാവ് ദ ബെസ്റ്റ് മിലിറ്ററി ഫോഴ്സസ്. ദൈവത്തിന് പോലും ഞങ്ങളെ നശിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് അവർ പറയുന്നത്. ഈവൻ ഗോഡ് cannot destroy us because we have strong army, strong fortresses. ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. പറഞ്ഞു വരുന്ന കാര്യം, ഇവരുടെ വ്യാജ സംതൃപ്തി. രണ്ടാമത്തത്, അവരുടെ നേഷനിൽ അവർ പ്രശംസിച്ചു, അവരുടെ സമ്പത്തിൽ, അവരുടെ പ്രോസ്പെരിറ്റിയിൽ അവർ പ്രശംസിച്ചു. നോക്കണം, ഇവരുടെ ഇടയിൽ ഈ 1-ാം വാക്യത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ആ വാക്യം ഒന്നുകൂടെ വായിക്കാമോ? സിയോനിൽ സ്വൈരികളായി, ശമരിയ പർവ്വതത്തിൽ നിർഭയരായി, ജാതികളിൽ പ്രധാനമായതിൽ ശ്രേഷ്ഠന്മാരായി, ഇസ്രായേൽ ഗ്രഹം വന്നു ചേരുന്നവരായുള്ളവരെ. പ്രധാനമായതിൽ ശ്രേഷ്ഠന്മാരായി, നോട്ടബിൾ മെൻ. ഇവരുടെ കൂട്ടത്തിലെ ഒരു കൂട്ടം ആൾക്കാരെ വിളിക്കുകയാണ്. ഇവരാരാണ്? ശ്രേഷ്ഠരാണ്. ദേ ആർ നോട്ട് ഓർഡിനറി പീപ്പിൾ, ദേ ആർ നോട്ടബിൾ. അവർ ശ്രേഷ്ഠരാണ്. ഇവിടെ പ്രവാചകൻ അടുത്തതായിട്ട് പറയുന്നത് എന്തുവാന്ന് ചോദിച്ചാൽ, ഇവരുടെ ജീവിതത്തിൽ ധനം വർദ്ധിച്ചപ്പോൾ അവരുടെ എല്ലാ മേഖലയും അത് അഫക്റ്റ് ചെയ്തു. ദൈവവചനത്തെ തള്ളിക്കളയത്തക്കവണ്ണം പ്രോസ്പെരിറ്റി അവരുടെ ഇടയിൽ ദോഷം ചെയ്തു. നമ്മൾ പൊതുവെ സാമ്പത്തിക നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതാണ്.
സാമ്പത്തിക വിശാലതയാണ് ദൈവവചനത്തെ തള്ളിക്കളയാനുള്ള ഏറ്റവും എളുപ്പ വഴി. You become wealthy, you become prosperous, then you will throw God's word away. That is what happened to them. അതാണ് അവർക്ക് അവിടെ പറ്റിയത്. ഇവരുടെ ജീവിത ശൈലികൾ മാറി. പ്രവാചകൻ ഓരോന്നായിട്ട് എടുത്തു പറയാണ്, ആഡംബരം നിറഞ്ഞ നിങ്ങളുടെ ജീവിത ശൈലിയിൽ നിങ്ങൾ ആശ്രയമർപ്പിച്ചത് ദൈവം പകരം ചോദിക്കും. നോക്കിക്കേ, ഒന്നാമതായിട്ട് 11 വാക്യം ഒന്ന് വായിച്ചേ. 11 വാക്യം. യഹോവ കൽപ്പിച്ചിട്ട് വലിയ വീട് ഇടിഞ്ഞും ചെറിയ വീട് പിളർന്നും തകർന്നു പോകും. ഇവിടെ 2 വീടുണ്ട്. ഒന്ന് ഏതാണ്? വലിയ വീട്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഗ്രേറ്റ് ഹോംസ്, നോട്ട് ഓർഡിനറി നോർമൽ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് താമസിക്കാൻ ആവശ്യമുള്ള വീടിനെ പറ്റി അല്ല പറയുന്നത്. ഗ്രേറ്റ് ഹോം, വലിയ പ്രൗഢി കാണിക്കാൻ, ആഡംബരം കാണിക്കാൻ അവരുടെ ഇടയിലെ ശ്രേഷ്ഠന്മാർ പണിതു പൊക്കിയ വീടിലേക്ക് പ്രവാചകൻ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു അതിനെന്തോ ചെയ്യും? ഇടിക്കും. ഒരു വാക്യം കൂടെ ഇതിനോട് ചേർത്ത് വായിക്കണം. 15 വാക്യം നോക്കിക്കേ. 3:15. ഞാൻ ഹേമന്തഗ്രഹവും ഗ്രീഷ്മഗ്രഹവും ഒരുപോലെ തകർത്ത് കളയും. എന്തോ ഗ്രഹവാ? ഹേമന്തഗ്രഹവും ഗ്രീഷ്മഗ്രഹവും. മലയാളത്തിൽ അതിന്റെ അർത്ഥം എനിക്ക് വ്യക്തമല്ലെങ്കിലും ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വിന്റർ ഹൗസ് ആൻഡ് സമ്മർ ഹൗസ്. ഒരു കമന്ററിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം ഒരു കാര്യം. വിന്റർ സമ്മർ എന്ന് പറഞ്ഞാൽ തണുപ്പ് കൂടുമ്പോൾ, നമ്മുടെ ഇടയിലും അങ്ങനെ, നമ്മുടെ ഇടയിലല്ല, ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. തണുപ്പ് കൂടുമ്പം ഇവിടെ വരും, ചൂട് ഇവിടെ കൂടുമ്പോൾ അവർക്ക് സ്ഥലങ്ങളുണ്ട്, വീടുകൾ എല്ലായിടത്തും ഉണ്ട്. കാലാവസ്ഥ അനുസരിച്ച് സ്ഥലം മാറത്തക്കവണ്ണം വീടുണ്ട്. പ്രവാചകൻ പറഞ്ഞു ഇതെന്തോ ചെയ്യും എന്ന് പറഞ്ഞാൽ, വീടായപ്പോൾ ഇപ്പോൾ ദൈവവചനം വേണ്ട എന്നുള്ളൊരു മനോഭാവം വന്നു. ഞങ്ങൾക്ക് വീടൊക്കെ ഉണ്ട്, ഇപ്പൊ ഞങ്ങൾക്ക് അത്യാവശ്യം സെറ്റിൽമെന്റ് ആയി, വി ഡോണ്ട് നീഡ് ഗോഡ്സ് വേർഡ്, വി ഡോണ്ട് വാല്യൂ ഇറ്റ് എനിമോർ. പ്രവാചകൻ പറയാ, അത് ദൈവം മാനസാന്തരപ്പെടാത്ത ജനമേ, അത് ദൈവം പൊളിക്കും. തീർന്നില്ല, നോക്കണമേ 4-ാമത്തെ വാക്യം, 6:4. നിങ്ങൾ ആനക്കൊമ്പുകൊണ്ടുള്ള കട്ടിലുകളിന്മേൽ ചാരിയിരിക്കുകയും നിങ്ങളുടെ ശയ്യകളിന്മേൽ നിവർന്ന് കിടക്കുകയും. അവിടെ പറയുന്നത് അവരുടെ വീടിന്റെ അകത്തേക്ക് കടക്കുകയാണ്. എന്തോ ആണ്? ഫർണിച്ചർ, ബെഡ്സ് ആൻഡ് കൗച്ചസ്. ബെഡിനെ പറ്റി പറയുന്നത് എന്തോ കൊണ്ടുള്ള ബെഡാ? ആനക്കൊമ്പ്, ഐവറി കൊണ്ടുള്ള ബെഡാ. വെരി എക്സ്പെൻസീവ്. ഇവിടെങ്ങും കിട്ടാത്തതാ, ഞങ്ങൾ ഇന്നടത്തൂന്ന് ഇറക്കിയതാ. ഞങ്ങളുടെ ഈ ലോൺ കണ്ടില്ല, ഇത് ഇവിടെങ്ങും കിട്ടത്തില്ല ബ്രദർ, വി ബ്രോട്ട് ഇറ്റ് ഫ്രം. പറയുമ്പോഴേ നമ്മൾ വീട്ടിൻ്റെ അകത്ത് കടക്കാൻ പറ്റാത്തതുപോലെ ഫർണിച്ചർ കൊണ്ട് നിറച്ചേക്കുക. ഇവർക്ക് തന്നെ ഇതെല്ലാം കൊണ്ട് ശ്വാസം മുട്ടുമായിരിക്കും. പിന്നാണ് നമ്മളിവിടെ വരുമ്പോൾ ആകെ ഒരു സോഫ സെറ്റിനെ പറ്റി ആയിരിക്കും അവിടെ പറഞ്ഞ്, എനിക്ക് അറിഞ്ഞുകൂടാ. കൗച്ചസ്, ലൈ ചെയ്ത് കിടക്കുന്ന, അടി ഞെക്കുമ്പോൾ കാല് വെക്കാനുള്ള സ്ഥലം, ഇങ്ങനെ വളരെ വിശാലമായ സ്ഥലം, സൗകര്യം കൂടിയപ്പോൾ ഇപ്പൊ എന്തോ വേണ്ട. പ്രവാചകന്റെ ദൂതും മാനസാന്തരമൊന്നും ഇവിടെ വേണ്ട, ഇവിടെ സൗകര്യമായി. തീർന്നില്ല, പ്രവാചകൻ അടുത്തൊരു മേഖലയിൽ കടക്കുക. അതിന്റെ ബാക്കി വായിച്ചാട്ട്. 4, ആട്ടിൻകൂട്ടത്തിൽ നിന്ന് കുഞ്ഞാടുകളെയും തൊഴുത്തിൽ നിന്ന് പശുക്കിടാക്കളെയും തിന്നുകയും ചെയ്യുന്നു. അടുത്തത് ഫർണിച്ചർ. നേരെ എനിക്ക് തോന്നുന്നു ഡൈനിങ് ടേബിളിലേക്കായിരിക്കും പ്രവാചകന്റെ ദർശനം പോയത്. പ്രവാചകൻ പറയുന്നത് മേശയിലിരിക്കുന്ന ആഹാരത്തിലേക്ക് നോക്കി. എന്തോ എഴുതേക്കുന്നത്? എന്തോ? ആട്ടിൻകൂട്ടത്തിൽ നിന്ന് കുഞ്ഞാടുകളെയും തൊഴുത്തിൽ നിന്ന് പശുക്കിടാക്കളെയും തിന്നുകയും ചെയ്യുന്നു. അവരുടെ ഇടയിൽ ധനമുള്ളവർ നിരന്തരം മീറ്റ് കഴിക്കുമായിരുന്നു. സാധാരണ ജനത്തിന് അതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇവര് നോട്ട് നോർമൽ, ഇവര് ശ്രേഷ്ഠരായ ആൾക്കാരാണ്. ഇവരുടെ വീട്ടിൽ സ്ഥിരം, നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞാൽ എന്തുവാ, വി ഗോ ഓൺലി ടു ദ ടോപ്പ് ഫുഡ് സ്പോട്ട്സ്. ഏറ്റവും ബെസ്റ്റ് ഫുഡ് സ്പോട്ട് ഏതാ?
ആഹാരം കഴിക്കണമെങ്കിൽ ഇച്ചിരി എന്തോലും ഉണ്ടെങ്കിൽ ഇന്നതുണ്ടേലേ കഴിക്കൂ. ചില വീട്ടിൽ അഹങ്കാരത്തോടെ പറയുന്നത്, എൻ്റെ മോന് ചിക്കൻ ഉണ്ടേലേ, അല്ല ബീഫ് ഉണ്ടേലേ. അയ്യോ, ഇതൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നല്ലോ. ഇവിടെ പറ്റിയേ, ഇവിടെ സമ്പത്ത് വർദ്ധിച്ച് ഇഷ്ടമുള്ളത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മോൻ പറയും, നിങ്ങളൊന്നും അല്ല ഇങ്ങനെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്, രാവിലെ എനിക്ക് പൊറോട്ട മതി. അപ്പം പൊറോട്ടയ്ക്ക് വേണ്ടി അപ്പൻ പോണം. അമ്മ ഓൾറെഡി ദോശയെല്ലാം സെറ്റ് ചെയ്തു, പക്ഷെ പോരാ, ആ മോൻ പറഞ്ഞ സാധനം കൊടുത്താലേ അമ്മയ്ക്ക് സംതൃപ്തി ആവൂ. അപ്പൊ അങ്ങനെയുള്ള സൗകര്യമായി. അതിൻ്റെ ഇടയ്ക്കാണോ മാനസാന്തരം? അവിടെ സമ്പത്ത് വർദ്ധിച്ച് വീട് പുതുക്കി സൗകര്യങ്ങൾ കൂടി മേശയിൽ ആഹാരം കൂടി ലാവിഷായിട്ട് ഫുഡടി നടക്കുമ്പോഴാണ് പ്രവാചകൻ ദൂതുമായിട്ട് വരുന്നത്. അതൊന്നും വേണ്ട. തുടർന്ന് വായിച്ചാട്ട് 6-ാം വാക്യം. നിങ്ങൾ കലശങ്ങളിൽ വീഞ്ഞു കുടിക്കുകയും. കലശങ്ങളിൽ വീഞ്ഞു കുടിക്കുക. ആഹാരം കഴിക്കുന്നത് കഴിഞ്ഞിപ്പോ കുടിക്കുന്നതിലേക്ക് മാറി. ഈ കലശങ്ങളിൽ കുടിക്കുക എന്ന് പറഞ്ഞാല്, ഈ കഴിക്കാൻ ഡിന്നറിൽ ഇരിക്കുമ്പോൾ ഈ ജഗ്ഗിൽ കുടിക്കാനുള്ള വീഞ്ഞ് വെച്ചു. സാധാരണഗതിയിൽ ഈ ജഗ് എടുത്ത് കപ്പിലോട്ട് ഒഴിച്ചിട്ട് വേണം. പക്ഷെ ഇപ്പൊ അങ്ങനൊന്നും അല്ല, ജഗ്ഗോടെടുത്ത് ആ ഒരു ലെവലായി. കാരണം സാധനം ഉണ്ടല്ലോ, പിന്നെന്താ, അടുത്ത ജഗ് എടുത്താ പോരെ. ആ നിലയിലേക്കങ്ങ്. നിങ്ങൾ ചോദിക്കുന്നത്, നമ്മൾ വീഞ്ഞ് കുടിക്കത്തില്ല, ശരിയാണ്, പെന്തക്കോസ്തലരും we don't drink, but there are Pentecostals who drink when it is needed. In any sense it shows their lavish ജീവിത സാഹചര്യങ്ങളെ കാണിക്കുക. ആവശ്യത്തിന് കഴിക്കണ്ടെന്നല്ല, പക്ഷെ ആഡംബരം കാണിക്കാൻ സൗകര്യം കൂടിയത് കൊണ്ട് ആഹാരത്തിൽ അത് വെളിപ്പെട്ടു. അത് ഇവിടെ ഇരിക്കുന്നവരോടുള്ള ദൂതാണോ എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ക്രമീകരിക്കണം. ലാവിഷായിട്ട് ഫുഡ് എടുത്ത് വേസ്റ്റ് ചെയ്ത് കളഞ്ഞ് ദൈവത്തിന് നന്ദി പറയുന്നതിന് പകരം അത് ആർഭാടത്തിന്റെ ലക്ഷണമായി ഭവനങ്ങളിൽ തിന്നു കുടിച്ച് ജീവിക്കുന്നവർക്ക് ദൈവവചനവും മാനസാന്തരവും അപ്രസക്തമായി തോന്നി. ഇന്നും പെന്തക്കോസ്റ്റൽസിന്റെ ഇടയിൽ അങ്ങനെ കടന്നുകൂടി. ബിക്കോസ് വി ആർ നോട്ട് ലൈക്ക് അവർ ഫോർഫാദേഴ്സ്. നൗ വി ആർ വെൽത്തി. നൗ വി ഹാവ് എവറിത്തിങ് ദാറ്റ് വി നീഡ്. ഇന്നെല്ലാം ആവശ്യത്തിൽ കൂടുതലായപ്പോൾ ദൈവവചനത്തിന്റെ സ്ഥാനമില്ലാതെ പോയി. അതാണ് അവിടെ ആമോസ് പറയുന്നത്. തീർന്നില്ല, 6-ാം വാക്യം കൂടെ നോക്കിക്കേ. 6-ാം വാക്യം. നിങ്ങൾ കലശങ്ങളിൽ വീഞ്ഞു കുടിക്കുകയും. അടുത്ത ഭാഗം. വിശേഷ തൈലം പൂശുകയും. വിശേഷ തൈലം അവരുടെ ഇടയിലെ ഒരു രീതിയാണ്. അനോയിന്റിങ് എന്ന് പറഞ്ഞ പേഴ്സണൽ ഹൈജീന്റെ ഭാഗമായിട്ട് ഇവർ തൈലം പൂശുന്നൊരു പതിവുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ പറയുന്നത് ഇവരുടെ ഇടയിലെ ചിലർ സാധാരണ തൈലമല്ല യൂസ് ചെയ്യുന്നത്. എന്തോ തൈലമാ? വിശേഷ. കാരണം ഇവര് ശ്രേഷ്ഠന്മാരായതുകൊണ്ട് വിശേഷ തൈലമേ ഉപയോഗിക്കത്തുള്ളൂ. അത് നമ്മുടെ പെർഫ്യൂമായിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യാമായിരിക്കും. ഞങ്ങൾ ഏതേ ഉപയോഗിക്കൂ, ഇന്ന ബ്രാൻഡേ അടിക്കത്തുള്ളൂ. അത് നോട്ട് ഓൺലി ടു പെർഫ്യൂം, ഇറ്റ് അപ്ലൈസ് ടു യുവർ പേഴ്സണൽ ലൈഫ് സ്റ്റൈൽ. ജീവിതത്തിൽ മോടി പിടിപ്പിക്കാൻ, ആഡംബരം കാണിക്കാൻ, സ്വന്തമായി പ്രദർശിപ്പിക്കാൻ പണത്തെ അതിരില്ലാതെ ചെലവഴിച്ച് ദൈവസഭയിൽ കടന്നു വന്നാൽ എന്തോ തോന്നും. എന്തുവാ ഇവിടെ പറയുന്നത്? ഞങ്ങൾക്കിതൊന്നും വേണ്ട എന്ന് തോന്നാം. പ്രവാചകൻ പറയാ, ഇതെല്ലാം മാനസാന്തരപ്പെടാതിരുന്നാൽ തകർന്നു പോകുമെന്നുള്ള ദൂതാണ് പ്രവാചകൻ പറയുന്നത്. ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം. നല്ല വീടായി, നല്ല സോഫയായി, നല്ല മീലായി, നല്ല ഡ്രിങ്കായി, നല്ല പെർഫ്യൂമായി, ഇതെല്ലാം ആയപ്പോൾ ഇപ്പോൾ ദൈവവചനത്തിന്റെ സ്ഥാനം എവിടായി? തിങ്ക് അബൌട്ട് അവർ ബിഗിനിങ്സ്. നമ്മുടെ ആരംഭത്തെ ഒന്ന് ചിന്തിച്ചേ. ഇതൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഇവിടുത്തെ ഫാസ്റ്റിംഗ് പ്രയറിൽ ഇതിലും ആള് കൂടുമായിരുന്നു. രാവിലെ കർത്താവിന്റെ ദാസൻ ചോദിച്ചു, ഫാസ്റ്റിംഗ് പ്രയർ കൂടുന്നത് കമ്പൽസറി ആണോ അല്ലയോ എന്ന്. നമ്മളത് ഓപ്ഷണൽ ആക്കി ഓൾറെഡി.
ഇപ്പോൾ എല്ലാമായി സൗകര്യമായിട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ ഇരിക്കാം. സോ ഐ ഡോണ്ട് നീഡ് ദിസ് എനിമോർ. എനിക്കിതിനിപ്പോൾ വേണ്ട എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടോ എന്ന് നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കേണ്ട സമയമായി. ലെറ്റ് us not become like those Israelites. ഇവർ ചെയ്തൊരു കാര്യം ഞാൻ കാണിക്കാൻ നോക്കണമേ. ആ 4-5 വാക്യമാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത്. അത് ഒന്നും കൂടെ വായിക്കാമോ? 4-5 വാക്യം. നിങ്ങൾ ആനക്കൊമ്പ് കൊണ്ടുള്ള കട്ടിലുകളിന്മേൽ ചാരിയിരിക്കുകയും നിങ്ങളുടെ ശയ്യകളിന്മേൽ നിവർന്നു കിടക്കുകയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് കുഞ്ഞാടുകളെയും തൊഴുത്തിൽ നിന്ന് പശുകിടാക്കളെയും തിന്നുകയും ചെയ്യുന്നു. നിങ്ങൾ വീണാനാദത്തോടെ വ്യർത്ഥ സംഗീതം ചെയ്ത് ദാവീദ് എന്ന പോലെ വാദിത്രങ്ങളെ ഉണ്ടാക്കുന്നു. നോക്കണം, ഇവരുടെ ഒരു പ്രൈവറ്റ് ഫീസ്റ്റിങ്ങിനെയാണ് കാണിക്കുന്നത്. ഫീസ്റ്റിങ്ങിൽ എന്തോ ഉണ്ട്? ടേബിളിൽ നല്ല മട്ടനും എല്ലാ വിഭവങ്ങളും ഉണ്ട്, ജഗ്ഗിൽ വീഞ്ഞുണ്ട്. ഇതെല്ലാം വിളമ്പി അച്ചായന്മാരെല്ലാം ആഘോഷിക്കാൻ കൂടിയേക്കുക. കൂടിയതിൻ്റെ കൂട്ടത്തിൽ ഒരാൾക്ക് വീണ വീണയല്ലയോ? അതെ, വീണ വായിച്ച് പുള്ളിക്കാരൻ പറയുന്നത് എന്തുവാന്നറിയാമോ? We are singing like David, just like the David sang. കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഇടയിൽ പാട്ടുണ്ട്, ഡേവിഡിന്റെ പോലെ പാടുവാന്ന് പറയാ. ഇവരെ അഹങ്കാരം കാണിപ്പാനുള്ള പൈസ എല്ലാം ആർപ്പാടത്തിന് തിന്നുകുടിച്ചിട്ട് ഭക്തനായ ദൈവ മനുഷ്യന്റെ പേരെടുത്ത് ഇതിന് മറപിടിക്കുക. നമ്മൾ ചെയ്തത് ഇതെല്ലാം പറഞ്ഞിട്ട് ബ്രദർ ഇതുകൊണ്ട് അവസാനം നമ്മൾ പറയും കർത്താവ് തന്നതാ, കർത്താവ് മാനിച്ചതാ. നമ്മൾ ഇന്നും ലക്ഷറിയെ, അഹങ്കാരത്തെ, ആർഭാടത്തെ ദൈവം മാനിച്ചതാന്ന് പറഞ്ഞ് അലങ്കരിക്കാൻ നോക്കുന്നതിന് തുല്യമാണ് അവര് ദാവീദിനെ പോലെ പാട്ടുപാടി എന്ന് പറഞ്ഞ് ദൈവവചനം ഇന്നവർക്ക് താല്പര്യമില്ലാതെ പോയി. എന്തോ ഇവിടെ സംഭവിക്കുന്നതെന്നറിയാമോ? ഈ പണം കൂടുമ്പോൾ, സമ്പത്ത് വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില അപകടങ്ങൾ ഈ അധ്യായത്തിൽ നിന്ന് കാണിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. നോക്കണമേ, വാട്ട് ഈസ് ഔട്ട്കം? ധനവാന്മാരായി, സമ്പത്ത് വർദ്ധിച്ചു, ഒരു കൂട്ടം ശ്രേഷ്ഠന്മാരായി. അപ്പൊ എന്തോ സംഭവിച്ചേ? 3 അപകടം അവിടെ കാണാൻ പറ്റും നമുക്ക്. നോക്കിക്കേ, അതിൻ്റെ 3-ാമത്തെ വാക്യം. നിങ്ങൾ ദുർദിവസം എന്നുള്ള വാക്യം 3-ാമത്തെ അല്ലേ? 3-ാമത്തെ വാക്യം. നിങ്ങൾ ദുർദിവസം അകറ്റി വയ്ക്കുകയും സാഹസത്തിന്റെ ഇരിപ്പിടം അടുപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ദുർദിവസം അകറ്റി വയ്ക്കുകയും സാഹസത്തിന്റെ ഇരിപ്പിടം അടുപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ശ്രേഷ്ഠന്മാരെ പറ്റി പറയാം. നിങ്ങൾ ചെയ്യുന്നത് ഈ ദുർദിവസം അകറ്റുക എന്ന് പറഞ്ഞാൽ, പ്രവാചകൻ പറഞ്ഞു ദുർദിവസം വരുന്നുണ്ട്, പ്രവാസം വരുന്നുണ്ട്. ഇല്ലില്ല, ഇവർ പറഞ്ഞു, ധനവാന്മാർ പറഞ്ഞു നോ, ഞങ്ങളിപ്പം വീടും സൗകര്യങ്ങളൊക്കെ ഇപ്പം അത്യാവശ്യം ഇവിടായി, ഞങ്ങളുടെ ദുർദിവസം ഇപ്പോഴെങ്കിലും വരത്തില്ലെന്ന് പറഞ്ഞ് ഇതിനെ അകറ്റിയിട്ട് ഇവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, സാഹസത്തിൻ്റെ ഇരിപ്പിടം അടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഇവര് ഈ ധനവാന്മാർ, ഈ സാഹസത്തിൻ്റെ ഇരിപ്പിടം എന്ന് പറഞ്ഞാൽ ഇവരൊരു മേളിൽ തട്ടിയിരുന്നിട്ട് ആ സമൂഹത്തിലെ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്ത് സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു മനോഭാവം. മീനിങ് 5-ാം അധ്യായത്തിൽ 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ ചിന്തിച്ചതിൻ്റെ വെളിച്ചത്തിൽ ന്യായത്തെ അട്ടിമറിച്ച് ദരിദ്രരെ ചവിട്ടിക്കളഞ്ഞ് സ്വന്തം ലാഭം കൂട്ടാൻ, സ്വന്തം ധനം കൂട്ടാൻ, അതായത് ഇപ്പോഴുള്ള സൗകര്യത്തെ കുറച്ചും കൂടെ മോടി പിടിപ്പിച്ച് കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഇവരിപ്പോൾ പറയാ ദുർദിവസം അങ്ങോട്ട് പോട്ട്, ആ ഇരിപ്പിടം ഇങ്ങി കൊണ്ടുവന്നേ എന്ന് പറഞ്ഞാൽ, ഈ ധനം കൂടുമ്പോൾ സംഭവിക്കുന്ന 1-ാമത്തെ അപകടം, യു ബിക്കം ബ്ലൈൻഡ്. എന്തിനോടാ ബ്ലൈൻഡ് ആണെന്നറിയോ? യു ബിക്കം ബ്ലൈൻഡ് ടു യുവർ ഓൺ സിൻ. പാപത്തെ കാണാൻ പറ്റാതെ, ചെയ്യുന്ന തിന്മയെ മനസ്സിലാക്കാൻ പറ്റാതെ കണ്ണ് അന്ധത പിടിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവും. ധനം കൂടിക്കഴിയുമ്പോൾ എങ്ങനെങ്കിലും പൈസ കൂട്ടണമെന്നുള്ളൊരു ചിന്ത. സംഭവം അതിപ്പോ കളിപ്പിച്ചാട്ടെ, കള്ളത്തരം പറഞ്ഞാട്ടെ, ആരെ വഞ്ചിച്ചിട്ടാണേലും
പൈസ ഉണ്ടാക്കിയ മതിയെന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ വരും. ദാറ്റ് ഈസ് ദ പ്രോബ്ലം വിത്ത് വെൽത്ത്. യു നെവർ ഗെറ്റ് സാറ്റിസ്ഫൈഡ്. അതിലൊരിക്കലും ഒരു സംതൃപ്തി ഇല്ല. ഇപ്പൊ തന്നെ അന്ന് ചിന്തിച്ച് നോക്കിക്കേ, ആ വീടും സൗകര്യമൊക്കെ ഓർത്തപ്പം നമ്മൾ തന്നെ ചിന്തിച്ചില്ല, നമുക്ക് അങ്ങനെ ഒന്നും ആയിരുന്നെങ്കിൽ. അതേപോലത്തെ സൗകര്യമുണ്ട് അവർക്ക്. പക്ഷെ എന്നിട്ടും അവരുടെ ഉള്ളിൽ ആഗ്രഹം എന്തുവാ? ആ ഇരിപ്പിടം കൊണ്ട് കുറച്ചും കൂടെ നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് പുതുക്കി പണിതിട്ട് അതുകൂടെ ഒന്ന് വാങ്ങിച്ചു വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് പെയിന്റ് ചെയ്തിട്ട് പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന്, അങ്ങനെ അതങ്ങ് പോകും. നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് പഠിക്കാനും ജോലിക്കൊക്കെ പലയിടത്ത് പോകുന്നവരുണ്ടല്ലോ. വാട്ട് ഈസ് ദ മോട്ടീവ്? കുറച്ചും കൂടെ ധനമുണ്ടാക്കണമെന്നാണോ? കുറച്ചും കൂടെ പണം ഉണ്ടാക്കണമെന്നാണോ? ദൈവത്തെ മറന്ന് ദൈവസഭയിൽ കൂട്ടായ്മകളിൽ പങ്കെടുക്കാതെ പണത്തിന്റെ പുറകെ ഓടുന്ന കുടുംബങ്ങളോ കുഞ്ഞുങ്ങളോ ഉണ്ടെങ്കിൽ ഇതൊരു വാർണിംഗ് ആയിട്ട് എടുക്കുക. ദിസ് ഈസ് ഓൾ ഗോയിങ് ടു ബി നത്തിങ്. എന്തുവാ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായത്? മേക്ക് മോർ മണി, മേക്ക് മോർ മണി. അതുമാത്രമായി ചിന്ത. എന്തും ചെയ്ത കുഴപ്പമില്ല. യോഗത്തിന് പോയാൽ എന്താ, പോയില്ലേലെന്താ, കള്ളം പറഞ്ഞാൽ എന്താ? യു നോ വാട്ട് ഹാപ്പൻസ് വെൻ വെൽത്ത് ഇൻക്രീസസ്? യു ബിക്കം ബ്ലൈൻഡ്. കണ്ണ് അന്ധത പിടിക്കും. പിന്നെ അത് മാത്രമേ കാണത്തുള്ളൂ, അതിന്റെ പുറകെ മാത്രമേ ഓടത്തുള്ളൂ. പിന്നെ എല്ലാം ശരിയാ, സംഹൗ ഐ നീഡ് ടു ഗെറ്റ് ദാറ്റ്. എല്ലാം മറന്ന് അത് മാത്രമെന്ന് പറഞ്ഞോടുന്ന ഒരു ഓട്ടമാണ് ഈ പണം, ധനം വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്നത്. നമ്മുടെ ഹൃദയത്തിൽ അറിയാതെങ്ങാനും ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോ യൗവനക്കാരൊക്കെ ഇടയ്ക്കിരിക്കുന്നവരുണ്ടല്ലോ, മക്കൾ ഇത് കേൾക്കണം. ജീവിതത്തിലെ ലക്ഷ്യം പണം കൂടുതലാക്കുന്നതല്ല, അപ്പന് പറ്റിയ തോൽവി കുറച്ചും കൂടെ മികച്ചതാക്കുന്നതല്ല, കർത്താവിന് വേണ്ടി ഈ ആയുസ്സിൽ നിൽക്കുന്നതാണ് ഏറ്റവും വലിയ ധനമെന്ന് തിരിച്ചറിയണം. ഒന്ന്, യു ബിക്കം ബ്ലൈൻഡ് ടു യുവർ ഓൺ സിൻ. സെക്കൻഡ്, വേഴ്സസ് 6, 6 വാക്യം നോക്കിക്കേ. മുമ്പേ നമ്മൾ വായിച്ച വാക്യം ഒന്നുകൂടെ വായിക്കാമോ? നിങ്ങൾ കലശങ്ങളിൽ വീഞ്ഞു കുടിക്കുകയും യോസഫിന്റെ കേടിനെ കുറിച്ച് വ്യസനിക്കുന്നില്ലതാണ്. രണ്ടാമത്തെ കാര്യം, യോസഫിന്റെ കേടിനെ കുറിച്ച് വ്യസനിക്കുന്നില്ല. ഞാൻ മുമ്പേ പറഞ്ഞു, യോസഫ് ഇസ്രായേലാണ്. ഇസ്രായേലിൽ പാപം പെരുകുന്നു. പാപം പെരുകുന്നത് അവർക്ക് വ്യസനമാകുന്നില്ല. ആരെ പറ്റിയാണ് ഇത് പറയുന്നത്? ധനം കൂടിയവരെ പറ്റി പറയുകയാണ്. ബിക്കോസ് യു ആർ സോ വെൽത്തി യു ഹാവ് ബിക്കം ഇൻസെൻസിറ്റീവ് ടു സിൻ. ഞാൻ അതാണ് മുമ്പേ പറഞ്ഞത്. അത് വ്യക്തിപരമായ ജീവിതത്തിലേക്കാണ് നമ്മൾ മുമ്പേ അപ്ലൈ ചെയ്തത്. ഞാനിത് വായിച്ചപ്പോൾ ഇന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്തയൂടെ ഞാൻ പറയാം. യു നോ വാട്ട് ഹാപ്പൻസ് when you become rich, when we become wealthy, we become blind to the need of the community. സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിൻ്റെ ആവശ്യം, സമൂഹത്തിൻ്റെ കേട് കാണാൻ പറ്റാതെ കണ്ണാന്തത പിടിക്കും. ഞാൻ ഇത് ചിന്തിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയട്ടെ. യു നോ ഹൗ കൺസേൺഡ് ആർ വി? ഞാനിത് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ പെൻഡക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിയോടുള്ള ബന്ധത്തില്ല. ഹൗ കൺസേൺഡ് ആർ വി അബൌട്ട് ദ കമ്മ്യൂണിറ്റി ദാറ്റ് വി ആർ പാർട്ട് ഓഫ്? ദൈവസഭയോടുള്ള ബന്ധത്തിലെടുക്കാം, പെൻഡക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിയോടുള്ള ബന്ധത്തിലെടുക്കാം. ആർ വി കൺസേൺഡ്? ഇപ്പോൾ പറഞ്ഞ ഒരു പ്രസംഗത്തെ പറ്റി പറഞ്ഞത്, വലിയ പെൻഡക്കോസ്റ്റൽ വലിയ ചർച്ചിലെ ഒരു പാസ്റ്ററിന്റെ കാര്യമാണ് പറഞ്ഞത്. ആൾക്കാർ കൂടി വലിയ കരഘോഷത്തോടെയാണ് ആ ദൂത് സ്വീകരിക്കുന്നത്. ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ആർ കമ്മ്യൂണിറ്റി. ഡസ് ഇറ്റ് ബോദർ അസ്? കമ്മ്യൂണിറ്റിക്കകത്ത് കടന്നുകൂടുന്ന കേട് ബാധകമല്ല. ഞാൻ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളോട് ചോദിക്കട്ടെ, ഇപ്പം ദേവദാസൻ പറഞ്ഞ വിഷയം നമുക്ക് എന്തെങ്കിലും ഒരു ചിന്തയിലും പോയോ? അയ്യോ, നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നവരുണ്ടോ? അങ്ങനെ പോയ എത്ര പേരുണ്ട്? ഇവിടെ ഇപ്പോൾ ദുരുപദേശം, ഫോൾസ് ടീച്ചിങ് എന്ന് പറഞ്ഞ് 3 ഞായറാഴ്ച ഇവിടെ പ്രസംഗിച്ചു. എത്ര പേരുടെ ഉള്ളിൽ ഒരു വേദന ഉണ്ടായി. അയ്യോ, റിയലി ദാറ്റ് ഈസ് ദ പ്രോബ്ലം ഓഫ് അവർ കമ്മ്യൂണിറ്റി. വി നീഡ് ടു ഡു സംതിങ്. അങ്ങനെ ചിന്തിച്ചവരുണ്ടോ? ഒന്ന് കൈ ഉയർത്തിക്ക്, കാണാൻ വേണ്ടിയാ. സ്തോത്രം. ലൗലി ആൻറ്റിക്കായി സ്തോത്രം. അങ്ങനെ ഉള്ളവരുണ്ടാവണം, അങ്ങനെയുള്ളവർ വർദ്ധിക്കണം. അല്ല, നമുക്കിപ്പോൾ അത് നമ്മളെ ബോധർ ചെയ്യുന്നില്ല. ഈ കമ്മ്യൂണിറ്റിയെ പറ്റി എന്തോരം പറഞ്ഞോ നമുക്ക് പ്രശ്നമില്ല. നമുക്ക് എന്താ പ്രശ്നം? എൻ്റെ വീട്, എൻ്റെ സോഫ, എൻ്റെ മറ്റേ ഐവറിയുടെ ബെഡ്, വൈകിട്ട് ചെന്ന് കിടക്കണം. പിന്നെ ഫുഡ്, ഇന്ന് രാത്രിയിലത്തെ, ഇത് ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് ഫുഡ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദ്യചിഹ്നമാണ്. അപ്പോൾ ഫുഡ് ഇന്ന് വേണം. ഇതേ ഉള്ളൂ നമ്മുടെ ചിന്ത. We no longer care for the
ruin of the community. ഈ സമൂഹം നശിച്ചു പോകുന്നത് വേദന തോന്നാത്തത് സമ്പത്ത് വർദ്ധിച്ചത് കൊണ്ടാണ്. പക്ഷെ ഈ കൂട്ടത്തിൽ ചിലർക്ക് വേദന ഉണ്ടായിട്ട് ഞാൻ എൻ്റെ സമ്പത്തും ഞാൻ എൻ്റെ ആരോഗ്യവും ഈ സമൂഹത്തിലെ, അതായത് നമ്മുടെ ചർച്ച് എന്ന് പറഞ്ഞാൽ ചർച്ചസിലെ കേട് പോകത്തക്കവണ്ണം ഞാൻ ഉപയോഗിക്കാം എന്ന് പറയുന്നവരുണ്ടോ? That is what we need. That is what we need. That is what we need. We like it more when it is about personal, not about the community. That is a problem when we get rich and we become blind to the need and ruin of the community. മൂന്നാമത്തെ ഏറ്റവും അപകടം നിറഞ്ഞൊരു കാര്യം 10ാമത്തെ വാക്യം കൂടെ വായിച്ചിട്ട് അവസാനിപ്പിക്കുക. നോക്കിക്കുക 10ാമത്തെ വാക്യം. ഒരു മനുഷ്യന്റെ ചാർച്ചക്കാരൻ അവനെ ദഹിപ്പിക്കേണ്ടുന്നവൻ തന്നെ അവന്റെ അസ്ഥികളെ വീട്ടിൽ നിന്ന് നീക്കേണ്ടതിന് അവനെ ചുമന്നുകൊണ്ട് പോകുമ്പോൾ അവന്റെ വീട്ടിൻ്റെ അകത്തെ മൂലയിൽ ഇരിക്കുന്നവനോട് നിന്റെ അടുക്കൽ ഇനി വല്ലവരും ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് അവൻ ആരുമില്ല എന്ന് പറഞ്ഞാൽ അവൻ യഹോവയുടെ നാമത്തെ കീർത്തിച്ച് കൂടായികയാൽ നീ മിണ്ടാതിരിക്കുക എന്ന് പറയും. എന്തോ മനസ്സിലായി? ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയം എടുക്കുന്നില്ല. ഞാൻ ആ പറഞ്ഞു വരുന്ന ആശയം മാത്രം പറയാം. എല്ലാം തകർന്ന് തരിപ്പണമാവുന്ന പറയുന്നത്. തകർന്ന് തരിപ്പണമെന്ന് പറഞ്ഞാൽ ഈ ശവം കുഴിച്ചിടാൻ പോലും ആളില്ലാത്ത ഒരു സ്റ്റേറ്റിലേക്ക് എത്തും. അങ്ങനത്തെ ഒരു അവസ്ഥ അവിടെ എത്തി. അപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു, ആരെങ്കിലും ഉണ്ടോ ഇനി? അപ്പോൾ പറയാ, ചെറുക്കപ്പറ ചെറുക്കപ്പറ, ശബ്ദം ഉയർത്തരുത്. ആര് കേൾക്കും? യഹോവയുടെ നാമം കീർത്തിച്ചുകൂടെ എന്ന് പറഞ്ഞ യഹോവയുടെ നാമം ഒരു കാരണവശാൽ എടുക്കരുത്. അവിടെ പറഞ്ഞിരിക്കുന്നത് നാശത്തെ പറ്റിയാണ്. പക്ഷെ ഇവിടെ പഠിക്കേണ്ട അതിപ്രധാനപ്പെട്ട ദ വേഴ്സ്റ്റ് ഫോം ഓഫ് വെൽത്ത്, ധനത്തിൻ്റെ ഏറ്റവും മോശമായ പ്രകടനം എന്താണെന്നറിയോ? അറ്റ് ലാസ്റ്റ് വി ബിക്കം ബ്ലൈൻഡ് ടു ഗോഡ് ഹിംസെൽഫ്. ദൈവത്തെ തന്നെ വേണ്ട എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് മാറും. ധനം വർദ്ധിച്ചു കഴിയുമ്പോൾ വി ഡോണ്ട് നീഡ് ഗോഡ് എനിമോർ, വി റിയലി ഡോണ്ട് കെയർ ഇഫ് ഹി ലീവ്സ്. ദൈവത്തെയും ദൈവവചനത്തെയും മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് മാറിയതാണ് ആ ജനത്തിന് സംഭവിച്ചത്. അവസാനമായിട്ട് ഈ ജനത്തോട് ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ആമോസ് പറഞ്ഞ ദൂതിൻ്റെ അവസാനത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കണമേ. 14ാം വാക്യം. എന്നാൽ ഇസ്രായേൽ ഗ്രഹമേ, ഞാൻ നിങ്ങളുടെ നേരെ ഒരു ജാതിയെ എഴുന്നേൽപ്പിക്കും. അവർ ഹമാത്തിലേക്കുള്ള പ്രവേശനം മുതൽ അരാബായിലെ തോടുവരെ നിങ്ങളെ ഞെരുക്കും എന്ന് പറഞ്ഞാൽ ജനത്തോട് പറയാ. ദൂത് കേട്ട് മാനസാന്തരപ്പെടാതെ ദൈവവചനം വേണ്ടെന്ന് ചിന്തിക്കുന്ന ജനത്തോട് പറയാ, ഒരു ജനം നിങ്ങൾക്കെതിരെ വരും, നിങ്ങളെ തോപ്പിക്കത്തില്ല. ഞങ്ങൾക്ക് സൈന്യമുണ്ട്, ഞങ്ങൾക്ക് ഫോർട്രസസ് ഉണ്ട്, അരമനകളുണ്ട്, ഞങ്ങൾക്ക് വീടുണ്ട്, ഞങ്ങളെ തൊടത്തില്ലെന്ന് പറഞ്ഞ ജനത്തോട് പ്രവാചകൻ പറയാ, ദൈവം ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിച്ച് നിങ്ങളെ ന്യായം വിധിക്കുക തന്നെ ചെയ്യും. ഞാൻ 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം, എന്നെങ്കിൽ അതിനൊരു പൂർത്തിയാകത്തുള്ളത്. ഇവിടെ കാണുന്നത് we tend to turn away from God's word when we become rich. ധനം കൂടുമ്പോൾ ഒരു പക്ഷെങ്കിൽ ദൈവത്തെയും ദൈവവചനത്തോടും മുഖം തിരിക്കുന്ന ഒരു അനുഭവം അറിയാതെ കടന്നു വരാം. അതിനെ ശക്തമായി കണ്ടം ചെയ്യുന്നൊരു ഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. ഇതേ കാര്യം തന്നെയാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. നമുക്കറിയാവുന്ന ഭാഗങ്ങളാണ്, വായിക്കാൻ സമയം എടുക്കുന്നില്ല. യേശു കർത്താവ് പറഞ്ഞ ചില വാക്യങ്ങൾ ഞാനിവിടെ ഉദ്ധരിക്കുന്നു. സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയുടെ കടക്കുന്നത് എളുപ്പം എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ റിച്ച് മാൻ ടു ഗെറ്റ് ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. യേശു കണ്ടത് സമ്പത്ത് രക്ഷയ്ക്കൊരു തടസ്സമാകാം. മറ്റൊരു വാക്യം ഇങ്ങനെയാണ്, സകലവിധ ദിവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുവീൻ. ധനവാനായൊരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. നമുക്കറിയാവുന്ന കാര്യമല്ലേ? ആ മനുഷ്യൻ എന്തോ പറഞ്ഞു, ഇനിയിപ്പോൾ ഞാൻ എന്തോ ചെയ്യും? അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ കളപ്പുരകൾ പൊളിച്ചു പണിത് എല്ലാം കൂട്ടിവെക്കും. എന്നിട്ട് പറയുന്നത് എന്തുവാ? തിന്നുക, കുടിക്കുക,
അതിന് മുന്നേ പറയുന്നൊരു കാര്യമുണ്ട്, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക. എന്തിലാ ആശ്വാസം? ഈ കൂട്ടിയ ധനത്തിൽ. സമ്പത്ത് വർദ്ധിപ്പിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്തറിയോ? അൺനോയിങ്ലി ആ ട്രസ്റ്റ് വിൽ ബി ഇൻ ദ റിച്ചസ്. ദൈവം, യേശു ആ മനുഷ്യനെ പറ്റി വിളിച്ചത് എന്താ? മൂടാ ഇന്ന് രാത്രി എന്ന് പറഞ്ഞാൽ സമ്പത്ത് നൽകുന്ന, ഇവിടെ ആമോസ് പറഞ്ഞൊരു സെയിം കാര്യം തന്നെയാണ് യേശുവും പറയുന്നത്. സമ്പത്ത് നൽകുന്ന ഒരു വ്യാജ സെക്യൂരിറ്റി ഉണ്ട്, ഫോൾസ് അഷുറൻസ് ദാറ്റ് വി ആർ സെക്യൂർ എന്നുള്ളൊരു ചിന്ത വരും, ആശ്വാസം തോന്നും. പക്ഷെ ദൈവം വിളിക്കുന്നത് അത് മൂഢന്റെ ലക്ഷണമാ. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ ധനവാന്റെ ലക്ഷണം എന്തുവാ? ലോകത്ത് ഉള്ള ധനത്തിൽ നിന്ന് നമ്മുടെ ആശ്രയത്തെ മുറിച്ചു മാറ്റി നമുക്ക് ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ കഴിവുള്ള പിതാവിൽ ആശ്രയം അർപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ധനവാന്റെ ലക്ഷണം. ട്രസ്റ്റിംഗ് ഗോഡ് ഈച്ച് ഡേ. എല്ലാം ഉള്ളത് കൊണ്ട് ആശ്വാസമായിട്ടിരിക്കാം. പക്ഷെ ഒന്നും ഇല്ലാതിരിക്കുമ്പോഴും നാളെ രാവിലത്തെ എൻ്റെ ആവശ്യത്തിന് എൻ്റെ ദൈവം മതിയായവനാണെന്നുള്ള ഉറപ്പുള്ളവരാണ് യഥാർത്ഥത്തിൽ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ധനവാൻ. അന്നന്ന് ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്ന, ഇന്നുമെന്നും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞൊരു കർത്താവില്ലേ? ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോഴും സാമ്പത്തിക വിഷയങ്ങളിൽ ഞരക്കം അനുഭവിക്കുന്നവർ, ഇടുക്കം അനുഭവിക്കുന്നവർ കേൾക്കണം, ട്രസ്റ്റ് ഗോഡ് നോട്ട് ഇൻ മൈ ബാങ്ക് ബാലൻസ്. എൻ്റെ ബാങ്കിലുള്ള പണത്തിലല്ല, പക്ഷെ എനിക്ക് എല്ലാം നൽകാമെന്ന്, കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവിൽ ആശ്രയമുള്ളവരാണ് ധനവാൻ. We trust God who will provide us. അവസാനമായിട്ട് ഒരു വാക്യം കൂടെ കാണിക്കും. ഇന്ന് പറഞ്ഞതിനോട് എക്സാക്ട്ലി സെയിം. ഞാനിത് എന്തിനാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇത് ന്യൂ ടെസ്റ്റ്മെന്റിൽ ഇങ്ങനെ തന്നെ ആണെന്ന് പറയാൻ വേണ്ടി. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുക ആമോസിൽ അങ്ങനെ ആയിരുന്നു, ചിലപ്പോൾ നമുക്ക് അങ്ങനെ അല്ലെന്ന് ഒരിക്കലും തോന്നാൻ വരുന്നത് സെയിം തിങ്. യേശു പറഞ്ഞ സെയിം കാര്യമാണ്. ഇപ്പം നമ്മൾ ചിന്തിക്കുന്ന വചനം കേൾക്കാതിരിക്കാനുണ്ടായ കാരണങ്ങളാണ്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ യേശു പറഞ്ഞ, നമുക്ക് ഏറ്റവും അറിയാവുന്ന ഒരു ഉപമയുണ്ട്, വിതയ്ക്കുന്നവൻ്റെ ഉപമ. വിതയ്ക്കുന്നവൻ്റെ ഉപമയിൽ യേശു പറഞ്ഞ ആ 4 സ്ഥലങ്ങളിൽ വീണ വിത്തുകളിൽ ഒന്ന് വീണത് മുള്ളിൻ്റെ ഇടയിലാണ്. അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്, ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്ത, ധനത്തിൻ്റെ വഞ്ചന. There is a deception in wealth. സമ്പത്തിൽ ഒരു വഞ്ചനയുണ്ട്. അതിൽ പിടിക്കപ്പെട്ട പിന്നെ കണ്ണടച്ചു പോവും. പിന്നെ ദൈവവും ദൈവവചനവും ഒന്നും കേൾക്കാൻ പറ്റാത്ത നമ്മുടെ കണ്ണുകൾ അന്ധത പിടിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകാം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സം ഓഫ് us may be rich. നമ്മളിൽ ചിലർക്ക് അല്ല, അത്യാവശ്യം എല്ലാവർക്കും നല്ലതായിട്ട് സാമ്പത്തികമായും ലോകത്തിൽ പാർക്കാനുള്ള എല്ലാ നന്മകളും കർത്താവ് തന്നിട്ടുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദാറ്റ് ഈസ് ഗുഡ്. ദ മെസ്സേജ് ഈസ് ദാറ്റ് വി ബിക്കം ഫെയ്ത്ത്ഫുൾ സ്റ്റ്യൂവർഡ്സ് ഓഫ് വാട്ട് ഗോഡ് ഹാസ് ഗിവൺ. കർത്താവ് തന്നിരിക്കുന്നതിൻ്റെ ഒരു കാര്യവിചാരകർ മാത്രമാണെന്നുള്ള ചിന്തയുണ്ടാകണം. എനിക്ക് തന്നിരിക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ കർത്താവാണ്. അത് എൻ്റെ പ്രൗഢി കാണിക്കാനോ മറ്റൊരാളെക്കാൾ ശ്രേഷ്ഠൻ ഞാനാണെന്ന് കാണിക്കാനോ ധനം ഉപയോഗിക്കാതെ ഓരോ ആവശ്യത്തിനും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി അത്രേ കർത്താവ് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നത്. 1-2 പാട്ടിൻ്റെ വരികൾ. പാട്ടുകാരൻ പറയുന്ന പാട്ട് കഴിഞ്ഞ തവണ ഞാനിത് പറഞ്ഞതാണ്. നിങ്ങൾക്ക് അത്ര അറിയത്തില്ലെന്ന് അന്ന് പറഞ്ഞ ഈ പാട്ട് ഞാൻ ഇവിടെ കേട്ടതാണ്. പക്ഷെ ഐ ഫെൽറ്റ് ഇറ്റ് ഈസ് റിയലി വെരി ഡെപ്ത്. ഞാൻ പാട്ടിൻ്റെ ലൈനുകൾക്ക് നല്ല ഡെപ്ത് ഉള്ളതായിട്ട് എനിക്ക് തോന്നി. സമ്പത്തെന്നെ നിന്നിൽ നിന്ന് അകറ്റിയിടുമെങ്കിൽ സമ്പത്തൊന്നും വേണ്ടെനിക്ക്. കേട്ടിട്ടുണ്ടോ പാട്ട്? സമ്പത്തെന്നെ നിന്നിൽ നിന്ന് അകറ്റിയിടുമെങ്കിൽ സമ്പത്തൊന്നും വേണ്ടെനിക്ക്. അടുത്ത വരികൾ പറഞ്ഞെന്തറിയോ? മാനമെന്നെ നിന്നിൽ നിന്ന് അകറ്റിയിടുമെങ്കിൽ മാനമൊന്നും വേണ്ടെനിക്ക്. ഞാൻ ഇന്ന് ഇങ്ങോട്ട് ബൈക്ക് ഓടിച്ച് വന്നപ്പോഴും ജിഷയോട് പറഞ്ഞു, ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞ കാര്യമാണ്, ലോർഡ് കീപ് us as we are so that we don't trust
in what we have, but we trust in a almighty God. കർത്താവേ, ഇപ്പോൾ ഞങ്ങളായിരിക്കുന്നത് പോലെയൊക്കെ അങ്ങ് പോയാൽ മതി. ചിലപ്പോൾ നമുക്കറിയാതെ തോന്നും കുറച്ചും കൂടെ. No, 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 no. Lord, keep us like this so that we trust God. ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നൊക്കെ ഇപ്പോൾ ഒരു സാധനം വാങ്ങുമ്പോൾ വി ജസ്റ്റ് ഇൻ ഫ്ലിപ്കാർട്ടൊക്കെ ഇങ്ങനെ നോക്കി സ്ക്രോൾ ചെയ്ത് ഇഷ്ടമുള്ളപ്പോൾ ഓർഡർ ചെയ്തും 2-3 ദിവസം കൊണ്ട് വീട്ടിൽ കൊണ്ടുതരും. We don't need God for that now. ഇന്ന് അതിനൊന്നും ദൈവത്തെ നമുക്ക് വേണ്ട. പക്ഷെ പണ്ടൊരു കാര്യം വാങ്ങാൻ ആഗ്രഹിച്ചവർ ഇവിടെ ഇല്ലേ? പക്ഷെ ഇന്നിപ്പം ഓൺലൈൻ തുറന്നപ്പോൾ കയറി വന്നത് ഇഷ്ടപ്പെട്ടു, അത് പിടിച്ചു, അത് വീട്ടിൽ വന്നു. അപ്പൊ എൻ്റെ ആശ്രയം എന്തിലായിരുന്നു? ഞാനിത് വായിച്ചപ്പോൾ എന്നോട് തന്നെ കർത്താവ് പല കാര്യങ്ങൾ സംസാരിച്ചിനോ. ആസ് ലൈഫ് ഗോസ് അഹെഡ്, വെൻ സാഹചര്യങ്ങൾ ബെറ്റർ ആകുമ്പോൾ അറിയാതെ ദൈവത്തിൽ നിന്ന് ആശ്രയം മാറരുത്. നമ്മുടെ മക്കളും അത് പഠിക്കണം. ഓരോ ആവശ്യത്തിന് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം വഴി തുറന്നത് നമ്മുടെ മക്കൾ കേൾക്കട്ടെ, അവർ കാണട്ടെ, അവരുടെ ഭാവിയിലും അവരത് പ്രാക്ടീസ് ചെയ്യട്ടെ. ലെറ്റ് us not trust in the wealth that we have. അറിയാതെങ്കിലും നമ്മുടെ ഉള്ളിൽ പഴയ ആ ആത്മീക തീക്ഷ്ണത, വചനത്തോടുള്ള താല്പര്യം, കൂട്ടായ്മയോടുള്ള ദാഹം, സൗകര്യങ്ങൾ വർദ്ധിച്ചത് കൊണ്ട് വേണ്ട എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ മാനസാന്തരപ്പെടാൻ കർത്താവ് വിളിക്കുക. സൗകര്യങ്ങളെല്ലാം ഇന്ന് കർത്താവ് ആവശ്യത്തിൽ കൂടുതൽ നമുക്കൊക്കെ തന്നു. പക്ഷെങ്കിൽ ഇന്ന് സൗകര്യം വർദ്ധിച്ചത് കൊണ്ട് ഇവിടേക്ക് വരാൻ താല്പര്യം കുറഞ്ഞു പോയെങ്കിൽ, ലോർഡ്, എൻ്റെ ഹൃദയത്തിലെ ആശ്രയം ദൈവമല്ലാതെ മറ്റൊന്നിലും ആയിരിക്കില്ലെന്നുള്ള ഒരു സമർപ്പണം നമുക്കുണ്ടായിരിക്കട്ടെ. ദൈവവചനത്തോട് ഉള്ള നമ്മുടെ ദാഹം വർദ്ധിക്കട്ടെ. അതിനെ എടുത്തു കളയുന്ന യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കരുത്. ലെറ്റ് ജീസസ് ബി അവർ വാല്യുബിൾ ട്രഷർ. ഏറ്റവും വലിയ സമ്പത്ത് യേശു ആയിരിക്കട്ടെ. അതിനെ വാല്യുബിളായി കണ്ട് ഈ ആയുസ്സിൽ കൊണ്ട് നടക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് ദൈവമക്കൾ. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ.